തുടരുകയാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകത ഇല്ലെന്ന് കോടതി. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതെന്നും കോടതിയുടെ ചോദ്യം. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്യുന്ന വിഷ്ണു, UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാനിരിക്കെയാണ് വോട്ട് വെട്ടി ആരോപണം വരുന്നത്. കനത്ത വിമർശനം, കടുത്ത ഭാഷയിലെ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് VM വിനുവിനെതിരെ വരുന്നത്. എന്തൊക്കെയാണ് കോടതി ചോദിക്കുന്നത്? എങ്ങനെയാണ് വാദഗതികൾ മുന്നോട്ട് പോകുന്നത്? സുഹേല, VM വിനുവിന് കനത്ത തിരിച്ചടി. അതായത് അദ്ദേഹം നൽകിയ ഹർജി അത് തള്ളിയിരിക്കുന്നു. വോട്ടർ ലിസ്റ്റിൽ പേരില്ല, അത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഗൂഢാലോചനയുടെ ഭാഗമായാണ് തന്റെ പേര് വെട്ടിയത് തുടങ്ങിയ വാദങ്ങളൊക്കെ ഉപയോഗിച്ചാണ് VM വിനു ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ആ വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ നേരിട്ട് പറയുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി കോടതി പറയുന്നുണ്ട്. അതായത് ഈ വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പേരുണ്ടോ ഇല്ലയോ എന്ന കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി 3 വട്ടമാണ് അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നത്. അത് 7-ാം തീയതി ഉണ്ടായിരുന്നു, 9-ാം തീയതി ഉണ്ടായിരുന്നു, പിന്നീട് 25-ാം തീയതി ഉണ്ട്. അതിനുശേഷം നവംബർ 4, 5 തീയതികളിലും ഈ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനായിട്ടുള്ള അവകാശം ഇയാൾക്കുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് പരിശോധന നടത്തിയില്ല? സെലിബ്രിറ്റി ആയതുകൊണ്ട് പത്രം വായിക്കാറില്ലേ എന്നാണ് കോടതി വളരെ പരിഹാസ രൂപേണ ചോദിച്ചത്. അതുകൊണ്ട് ഒപ്പം ഈ രാഷ്ട്രീയ പ്രേരിതമാണ് തന്റെ സ്ഥാനാർത്ഥിത്വം വെട്ടി ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ അമിത സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർ ഇതിൽ കൈകടത്തതാണെന്ന കാര്യങ്ങളൊക്കെ ഈ പെറ്റീഷനിൽ പറഞ്ഞിരുന്നു. പക്ഷേ കോടതി അതൊന്നും അംഗീകരിക്കുന്നില്ല. കോടതി പറയുന്നത് ഇത് നിങ്ങളുടെ കഴിവുകേടാണ്, നിങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയാണ്, അതിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ മുകളിലേക്ക് അത് കെട്ടിവെക്കുന്നത് ശരിയല്ല എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വാദിച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി വൈഷ്ണയുടെ ഹർജി ഹൈക്കോടതിയിൽ വരികയും സമാനമായ ഹർജിയാണ്. പക്ഷേ അന്ന് കോടതി അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഒരു പക്ഷേ അതിൽ പ്രതീക്ഷ അർപ്പിച്ചായിരിക്കാം VM വിനുവും ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ആ കേസിൽ പ്രാഥമിക ലിസ്റ്റിൽ വൈഷ്ണയുടെ പേരുണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തേക്ക് എത്തുമ്പോഴാണ് സാങ്കേതികത്വം പറഞ്ഞ് വൈഷ്ണയുടെ പേര് വെട്ടിക്കളയുന്നത്. ആ ഘട്ടത്തിലാണ് കോടതി അത്തരത്തിലൊരു നിലപാടെടുത്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ വോട്ടർ ലിസ്റ്റിൽ പേരിടാൻ വേണ്ടി അല്ലെങ്കിൽ VM വിനുവിന് നിരവധി തവണ അവസരമുണ്ടായിരുന്നു. 3 തവണ സ്വാഭാവികമായ അവസരമുണ്ടായിരുന്നു. അതിനുശേഷം 2 തവണ നവംബർ 4, 5 തീയതികളിൽ അതല്ലാതെ ഈ ഒബ്ജക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരമുണ്ടായി. ആ അവസരങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരാൾ വോട്ടർ ലിസ്റ്റിൽ ഇപ്പോൾ പേരില്ല എന്ന് വന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനം എന്ന് കോടതി ചോദിച്ചുകൊണ്ടാണ് VM വിനുവിന്റെ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ. കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഉയർത്തിക്കാട്ടിയ ആളാണ് VM വിനു. ആ പശ്ചാത്തലത്തിലാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സുഹൈല, വിഷ്ണു, വൈഷ്ണയുടെ കേസും ഈ കേസും രണ്ടും രണ്ടാണ്. വൈഷ്ണയിൽ സപ്ലിമെന്ററി ലിസ്റ്റിലെങ്കിലും പേരുണ്ടായിരുന്നു. VM വിനുവിനെ സംബന്ധിച്ചിടത്തോളം 2020 മുതൽ ഇത്രയും 2025 വരെ സമയകാലഘട്ടത്തിൽ ഒരിക്കൽ പോലും വോട്ട് ചേർക്കാൻ ശ്രമിച്ചിട്ടില്ല, മെനക്കെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നാണ്. പക്ഷേ ആ വോട്ടർ പട്ടികയിലും പേരില്ല. അതായത് പറഞ്ഞത് അത്രയും നുണയാണ്, ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല. മറിച്ച് ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയപ്പോഴേക്കും രാഷ്ട്രീയ ആരോപണമെന്ന ബാലിശമായ ഒരു ആരോപണം കൊണ്ട് കോടതിയിൽ എത്തുന്നു എന്നല്ലേ കോടതി പറഞ്ഞത്? സുഹൈല, അങ്ങനെ തന്നെയാണ്. രണ്ടും വ്യത്യസ്തമായ കേസുകളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈഷ്ണയുടെ പേര് പ്രാഥമിക ലിസ്റ്റിലുണ്ടായിരുന്നു. അത് ഏറ്റവും അവസാനത്തേക്ക് വന്നപ്പോൾ സാങ്കേതികമായി ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അത് റദ്ദ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 2020 ലോക്സഭ 2020 അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പേരുണ്ടായിരുന്നു, തന്റെ വീട്ടിലെ ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ കോടതി ചോദിക്കുന്നത് കഴിഞ്ഞ തവണ പേരുണ്ടായിട്ട് എന്താണ് കാര്യം, ഇത്തവണ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് എത്രയോ തവണ കോടതി ക്ഷമിക്കണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഈ വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ആ പേര് ചേർക്കുന്നതിന് വേണ്ടിയുള്ള എത്രയോ അവസരങ്ങൾ ഒരുക്കിയിരുന്നു. 7-ാം മാസത്തിൽ തന്നെ 3 തവണയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ നവംബർ 4, 5 തീയതികളിൽ അതുമായി ബന്ധപ്പെട്ട് ഒബ്ജക്ഷൻ ഉള്ളവർക്ക് അത് റേസ് ചെയ്യാനുള്ള അവസരം ഒരുക്കി. ആ അവസരമൊന്നും ഒരുക്കിയിട്ടും ഇത് ഇങ്ങനെ പേരില്ലാത്ത കാര്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇത്തരം വിവരം പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാത്ത ആളുകൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്ന് പറയാതെ പറയുകയായിരുന്നു കോടതിയുടെ കോടതി ചോദിച്ചത്. ഒപ്പം ഈ രാഷ്ട്രീയ ഗൂഢാലോചനയെ അതിരൂക്ഷ ഭാഷയിൽ കോടതി വിമർശിക്കുകയും ചെയ്തു. ആദ്യത്തെ പോയിന്റ് തന്നെ VM വിനുവിന്റെ പ്രയർ അതായിരുന്നു. ഈ റൂളിംഗ് പാർട്ടി, അതായത് നിലവിൽ ഭരിക്കുന്ന CPM-ഉം ഇടതുപക്ഷവും ചേർന്ന് തന്റെ വോട്ട് വെട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രയർ. അതിനെ അമ്പാടെ തള്ളിക്കളയുകയായിരുന്നു കോടതി. നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ് നിങ്ങളുടെ പേര് അതിനകത്ത് ഇല്ലാതെ പോയത്. അതിന് മറ്റു പാർട്ടികളെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു, എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന വാക്ക് എന്നാണ് കോടതി ഉപയോഗിച്ചത്. ജസ്റ്റിസ് PV
ഗോപികൃഷ്ണൻ ഉപയോഗിച്ചത് അത്ഭുതപ്പെടുത്തുന്നു എന്ന വാക്കാണ്. അതുകൊണ്ട് അത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരു പ്രിവിലേജ് നിങ്ങൾക്കില്ല. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഭരണഘടന അനുശാസിക്കുന്നത് എല്ലാവർക്കും തുല്യതയാണ്. കോടതിക്ക് മുൻപിലും അതേ വിഷയം തന്നെയാണുള്ളത്. അതുകൊണ്ട് ഒരു സെലിബ്രിറ്റി എന്ന പ്രിവിലേജ് നിങ്ങൾക്കില്ല എന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.